തന്നെ നമ്മൾ കാറൊക്കെ ഡിഫൻഡറാണ് പൊട്ടിച്ച് അവനെ കൈക്കിട്ട് കൊല്ലുന്നു. നമ്മളെ ഡിഫൻഡർ ചെയ്തു ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മളെ ഡിഫൻഡറിൽ ചെറിയൊരു വെച്ചിരുന്നു. മൊബൈലിന് അതിൻ്റെ ട്രാക്കർ വെച്ചിരുന്നു. CCTV അതിലുണ്ടാവും. അപ്പം നമുക്ക് CCTVയിൽ അത് ചെറിയൊരു ക്യാമറ ഡിഫൻഡർ ഇങ്ങനെ ആരാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ പക്ഷേ അത് ബുള്ളറ്റ് പ്രൂഫ് ഉള്ള സാധനമാണ്. അതുകൊണ്ട് ഇതാ പൊട്ടി കാണില്ല. മിസൈൽ വിട്ടാലും അത് കിട്ടൂല. അപ്പം നേരെ നമുക്ക് CCTV ഫുട്ടേജ് ഒന്ന് നോക്കാം നമ്മുടെ ഫോണിൽ. ഇതാണല്ലോ അവൻ്റെ കാറ്. കാറൊക്കെ പൊട്ടും. വെച്ചിട്ടുണ്ട്. നോക്കാം. നമുക്ക് നേരെ ഇത് പൊട്ടിക്കാം. നേരെ ഞാൻ പൊട്ടിക്കട്ടെ. അങ്ങനെ എൻ്റെ കാർ ഞാൻ പൊട്ടിച്ചു. ഞാൻ വേഗം ഓടട്ടെ, അല്ലെങ്കിൽ അവൻ്റെ സ്ഥലം കാലിയാക്കും. അല്ല അവർ ഞാൻ ഇടിച്ച് പഞ്ഞിക്കിട്ട് ഞാൻ പോട്ട് വേഗം. അവൻ്റെ ഒരു ഡിഫൻഡർ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എങ്ങനെയോ എന്തിനോ ഇവൻ്റെ കാർ പൊട്ടിച്ച നിങ്ങൾക്ക് പറഞ്ഞുതരാം. സൺഡേ ആയതുകൊണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങാം. ഞാൻ എന്താ കാണണേ? ഇത് മറ്റേ ഗ്യാങ്ങിൻ്റെ വണ്ടിയില്ലേ? അവരെ നീ ഒന്നും ചെയ്യില്ല. ഇന്നടിക്കാൻ പിസ്റ്റലെടുക്ക. അവനൊക്കെ ചുള്ള ചെക്കനല്ലേ? ഇന്നടിക്കാനായ അല്ല നമ്മളോടെ കളി. എടോ നിന്റെ ബോസ് ഒന്ന് പ്രതികരിച്ചേടാ. നിന്റെ ബോസും വരില്ല. നിന്റെ പോടാ മോനെ. ഇതാണ് സംഭവിച്ചത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എൻ്റെ ഷർട്ട് കണ്ടില്ല മാറിയത്? എൻ്റെ ബോസ് പറഞ്ഞതിന് അവന് പീക്കിന് പിള്ളേരും പോരല്ല. അവന് ഒടുക്കത്തെ പവറാണ്. അതുകൊണ്ട് ഇവന് ഇടിച്ചൊന്നും തകരാത്തൊരു സ്യൂട്ട് തന്ന്. പക്ഷെ എന്തോ ഭാഗത്തിന് രക്ഷപ്പെട്ടു. അവൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്. എനിക്കറിയില്ലേ, അവൻ കണ്ടില്ല. നല്ല സ്യൂട്ടാ. ഇപ്പോഴത്തെ ചില നേരത്തെ കളറ് മാറും. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അപ്പോൾ ഇതാണല്ലേ സംഭവം. നമ്മളെ തറവാട്ടിൽ കയറി പണിയെടുത്താ തിരിച്ച് ഓല തറവാട്ടിൽ കയറി നമ്മൾ പണിയെടുക്കണ്ടേ? നമ്മളെ വീട്ടിൽ കയറി നമുക്കിപ്പോൾ നമ്മൾ രമേശനിൽ പോയി കാരണം നമ്മൾ ഒരു ദിവസം നമ്മൾ എവിടെ നിധി കിട്ടുക അറിയാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി കുഴിച്ചിനി JCB ഒക്കെ വെച്ച്. അപ്പോൾ ഞങ്ങൾക്ക് ഹൾക്കിൻ്റെ സ്യൂട്ട് കിട്ടി. അത് ഞാൻ രമേശന് കൊടുത്ത് ഹൾക്കിൻ്റെ സ്യൂട്ട് വെച്ച് അവരെ ഗ്യാങ് നശിപ്പിക്കാം. കാറ് പൊട്ടിച്ച ബൈക്കുണ്ട്. നേരെ നമുക്ക് രമേശൻ്റെ വീട്ടിൽ പോവാം. ഓടോ ഫ്രാങ്ക്ലിനെ, എത്ര ദിവസമായിടോ കണ്ടിട്ട്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് അന്ന് നമ്മൾ ഒരു മാസം മുമ്പ് പോയി കുഴിച്ചെടുത്ത ആൾക്കിൻ്റെ സ്യൂട്ടല്ല, അത് എനിക്ക് തരുമോ? എന്തിനാടോ സ്യൂട്ട്? അതോ നമ്മളെ കുറച്ച് ദിവസം മുമ്പ് ഏതോ നമ്മളെ ഗ്യാങ് വന്നിട്ട് അവിടെ കുറേ ആൾക്കാരെ കൊന്നിട്ട് പിന്നെ ഞാൻ
കുറച്ച് അവരെ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കപ്പോൾ വേറെ ഒരാൾ അപ്പം നമ്മളെ കൊല്ലാൻ വന്നതാണ്. ഞാൻ പിസ്റ്റലിട്ട് ഒരു വെടി വെച്ച്. പിന്നെ നമ്മൾ രാവിലെ നീച്ച് നോക്കുമ്പോൾ നമ്മളെ കാറ് നമ്മളെ ഡിഫൻഡർ പൊട്ടി തെറിപ്പിച്ച്. CCTVയിലൊക്കെ നോക്കിയപ്പോൾ ആളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഓലത്ര പവർഫുൾ അല്ലാത്ത ഗ്യാങ്ങല്ല. അതുകൊണ്ടാണ് ഞാൻ ഹൾക്കിൻ്റെ സ്യൂട്ട് ചോദിക്കാൻ അങ്ങോട്ട് വന്നേ. ഓ അത് ശരി, അങ്ങനെയാണല്ലേ. ഹൾക്കിൻ്റെ സ്യൂട്ടല്ലേ? എടാ നമ്മളെ ഡ്രസ്സിങ്ങിൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഉണ്ട് ഹൾക്കിൻ്റെ സ്യൂട്ട്, പോയി എടുത്തോ. ആ ശരി ശരി ശരി. അപ്പോൾ നമ്മളെ ഹൾക്കിൻ്റെ സ്യൂട്ട് ഇതിലാണ്. അപ്പോൾ നേരെ നമുക്ക് ഹൾക്കിൻ്റെ സ്യൂട്ട് ഇട്ടിട്ട് കാണാം. അപ്പോൾ നമ്മൾ സ്യൂട്ട് ഇട്ടിട്ടുണ്ട്. അവൻ എൻ്റെ ബൈക്ക് എടുത്ത് ഇപ്പോൾ ഒരു കോട്ടയത്ത് പോകാണ്ടിന്, അർജൻറ്റീന. മൊബൈൽ വിളിച്ചപ്പോൾ ഞാൻ കേട്ടീനി. അപ്പോൾ എൻ്റെ ബൈക്ക് എടുത്ത് പോകാൻ ചോദിച്ചപ്പോൾ ഞാൻ പോയിക്കോന്ന് പറഞ്ഞു. നമുക്ക് പവർ കിട്ടിയല്ലോ, ഇനി നമുക്ക് നേരെ ഓരോ ബേസൊക്കെ പോവാം. ബേസല്ല, അവരൊരു ഗ്യാങ് ഒരു വീട്ടിലുണ്ട്, അവിടെയാണ് ഇവിടെ ഓലുള്ളത്. പക്ഷേ ഓല് ഇപ്പോൾ ഈ സമയത്തൊന്നും വീട്ടിനുള്ളിൽ കയറില്ല. ഒരു 5:30 6:30 1 മണിയാവും. ഇപ്പോൾ 1 മണിയായിട്ടുള്ളൂ, അല്ല 12 മണിയായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോവാം. എല്ലാവരും ഗേറ്റിൻ്റെ പുറത്താണ് നിൽക്കണേ. ഓക്കെ. ആഹാ, ഞാൻ വന്നടാ മോനെ, ഞാൻ വന്നടോ മോനെ. അപ്പോൾ ആ കാണുന്നതാണ് അവരെ ബേസ്. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും അവിടെ തന്നെ പുറത്ത് തന്നെ ഉണ്ട്. കണ്ട അത് ആ ബേസിൻ്റെ അപ്പുറത്താണ് എല്ലാവരും നിൽക്കണേ. എന്താടോ തീർക്കോ, എന്താടോ ഇവിടെ വന്നിരിക്കണേ? എൻ്റെ ഡിഫൻഡറാടാ പൊട്ടിച്ചേ. ഞാനോ പൊട്ടിച്ചേ? അങ്ങോട്ട് ബോസിൻ്റെ ഫ്രണ്ടിനെ നീ കൊല്ലൂല്ലേ എടാ? ഇപ്പം മനസ്സിലായടാ അങ്ങളെ ഗ്യാങ് തൊട്ടപ്പോ. ബോസേ, ഇവനെന്താ ചെയ്യണ്ടേ ബോസേ? എടാ ഇവനാണ് അടിച്ച് കൊന്നിരിക്കുക എൻ്റെ ഫ്രണ്ടിനെ തൊട്ടു ഇവൻ. ശരി ബോസേ. ഇങ്ങടിക്കാനായ ഓയി എന്നായിക്കോട്ടെ. ഇനി മേലെ പോയി ആയി എന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ഞാൻ പിടിച്ചോ. നിനക്കെന്താ വേണ്ടേ? എന്താ വേണ്ടേ? നിനക്കെന്താ വേണ്ടേ? അയ്യോ, നിനക്കൊക്കെ ഞാൻ പിടിച്ചോ. നിനക്കൊക്കെ ഞാൻ എന്താടാ? നീയല്ലടാ എൻ്റെ വിളിച്ചേ. ആയി എന്ന് പറഞ്ഞാൽ നീയല്ലടാ. സാറേ പ്ലീസ് സാറേ, കൊല്ലല്ലോ സാറേ പ്ലീസ് സാറേ. നിന്നെ വന്നിട്ട് എനിക്കൊന്നും കിട്ടണമെന്നില്ല, പക്ഷെ കൊല്ലും ഞാൻ. സാറേ പ്ലീസ് സാറേ. നീ എന്താടാ എൻ്റെ സൗണ്ട് തന്നെ? സാറേ, ഞാൻ ഒരു കഥ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? മനുഷ്യനെ കൊല്ലാൻ നിൽക്കുമ്പോഴാണ് നിൻ്റെ കഥ പറയണത്. എന്തായാലും നീ കൊല്ലാൻ പോവല്ലേ, ഒരു കഥയൊക്കെ കണ്ടിട്ട് ഇതാക്കാം. ശരി സാറേ. പിന്നെ സാറിൻ്റെ പേര് ഫ്രാങ്ക്ലിൻ അല്ലേ? ഫ്രാങ്ക്ലിനാണ്. ഫ്രാങ്ക്ലിന് പറഞ്ഞു നിൽക്കടാ, സ്റ്റോറി പറയടാ. ശരി ഞാൻ ചെയ്യല്ലേ. 1980 വീർ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഫ്രാങ്ക്ലിനും ഉണ്ടായിരുന്നു. ഈ ഫ്രാങ്ക്ലിനും വീർ എന്ന് പറഞ്ഞയാളും, ഫ്രാങ്ക്ലിൻ വീറിൻ്റെ അനിയനും വീർ ഫ്രാങ്ക്ലിൻ്റെ ബ്രദറുമാണ്. മീൻസ് കാക്കു. അങ്ങനെ ഒരു ദിവസമാണ് ഇവർ തല്ലുകൂടിയത്. അങ്ങനെയാണ് ഒരു ദിവസം ഇവർ രണ്ടാളും
തല്ലുകൂടുന്നത്. വീർ, എടാ നിൻ്റെ ഒപ്പല്ല ജീവിതം മടുത്ത്, നിൻ്റെ ഒപ്പം ഞാൻ ജീവിക്കാൻ വയ്ക്കൂല എന്ന് പറഞ്ഞ് അങ്ങനെ നാട് വിടുന്നു. അത് കേട്ട് ഫ്രാങ്ക്ലിൻ വെരി സാഡാവുന്നു. അങ്ങനെ വർഷങ്ങളോളം ഫ്രാങ്ക്ലിൻ ചേട്ടനില്ലാതെ ജീവിച്ച് ഒരു പുതിയ മനുഷ്യനായിരിക്കുന്നു. അങ്ങനെ ഫ്രാങ്ക്ലിൻ പുതിയ ഒരാളായി 2025. ഇതാണ് റിയൽ കഥ. അല്ല, നിൻ്റെ ഡ്രസ്സ് എന്താ ഇടയ്ക്കിടയ്ക്ക് കളറ് മാറുന്നേ? ബോസ് തന്നതാ. ബോസൊക്കെ മരിച്ചില്ലേ? ബോസൊക്കെ മരിച്ച്. പിന്നെ എൻ്റെ ഈ മുഖം എവിടെയെങ്കിലും വെച്ച് ഓർക്കുന്നുണ്ടോ? ഈ മുഖം എന്താണ്? വീർച്ചേട്ടാ, നീ ഈ സ്റ്റോറി പറഞ്ഞത് വീർച്ചേട്ടനാണോ? അതേടാ, ഞാനാടാ വീറ്. നിൻ്റെ കൂടെ ജീവിതം മടുത്തെന്ന് വെച്ച് പോയപ്പോൾ പിന്നെ നിൻ്റെ കൂടെ ജീവിക്കാൻ തോന്നി. നീ എങ്ങനെയാവുന്നു, പുതിയ മനുഷ്യനാവുമെന്ന് വിചാരിച്ചില്ലേ? പക്ഷേ പിന്നെ ഒരു കാര്യം പറയട്ടെ, സോറി, നിൻ്റെ ഡിഫൻഡർ പൊട്ടിച്ചേന്. അതൊന്നും കുഴപ്പമില്ല ചേട്ടാ, ചേട്ടനെ കിട്ടിയാൽ മതി. നമ്മൾ റിച്ചാണ്. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ നിൻ്റെ കൂടെ ജീവിച്ചോട്ടെ? പിന്നെ ജീവിച്ചോ ചേട്ടാ. നമ്മളെ കയ്യിൽ കുറേ 2 വീടുണ്ട്. ഒന്ന് പ്രൈവറ്റ് വീട്, അതാ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവിടെ പോയി അവിടെ ഒന്നും വരിക. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് ഗോഡ്സിലിറങ്ങി, അപ്പം അവിടെ പോയിട്ട് നമ്മൾ കൊന്ന്. അത് എനിക്കറിയാടാ, നീ ഒരു വില്ലനല്ലേ? അപ്പോൾ ഫൈനലി 1980 കിട്ടി വീർച്ചേട്ടൻ പോയേ. അങ്ങനെ ലാസ്റ്റ് 2025 നമുക്ക് വീർച്ചേട്ടന് കിട്ടിയേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.